ഹായ് ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുട്ടികളോട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ സെന്റൻസുകളാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും ഇത് കുട്ടികളോട് പറഞ്ഞു നോക്കണം. നമ്മൾ എന്തായാലും പ്രാക്ടിക്കൽ ആക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് ഒരു ഉപകാരം ആവുള്ളൂ. നിങ്ങൾ എല്ലാവരും ഇത് കുട്ടികളോട് സംസാരിച്ച് നോക്കണം. അവരെന്താണ് നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് നോക്കൂ കേട്ടോ. അങ്ങനെ അവരുടെ ലാംഗ്വേജ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സെന്റൻസ് ശ്രദ്ധിച്ച് നടക്കൂ. നമ്മൾ കുട്ടികളോടൊക്കെ പറയാറുള്ളതാണ് ശ്രദ്ധിച്ച് നടക്കൂ. എങ്ങനെ പറയാമെന്നറിയോ? നമുക്ക് ഒന്നുകിൽ എങ്ങനെ പറയാം, വോക്ക് കെയർഫുള്ളി എന്ന് പറയാം. വോക്ക് കെയർഫുള്ളി, ശ്രദ്ധിച്ച് നടക്കൂ എന്നാണ് കേട്ടോ. വോക്ക് കെയർഫുള്ളി അല്ലെങ്കിൽ വോക്ക് കോഷ്യസ്ലി, കോഷ്യസ്ലി എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ മൈൻഡ് യുവർ സ്റ്റെപ്സ് എന്ന് പറയാം കേട്ടോ. മൈൻഡ് യുവർ സ്റ്റെപ്സ്, എന്റെ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കണം എന്നാണ്. അതുകൊണ്ട് എന്താണ് ശ്രദ്ധിച്ച് നടക്കാൻ തന്നെ കേട്ടോ. വോക്ക് കെയർഫുള്ളി, വോക്ക് കോഷ്യസ്ലി, മൈൻഡ് യുവർ സ്റ്റെപ്സ്. എന്തൊക്കെയാണ്? വോക്ക് കോഷ്യസ്ലി എന്ന് പറയാം, വോക്ക് കെയർഫുള്ളി എന്ന് പറയാം, മൈൻഡ് യുവർ സ്റ്റെപ്സ് എന്ന് പറയാം. നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 സെന്റൻസ് കേട്ടോ. നെക്സ്റ്റ്, മര്യാദയായി സംസാരിക്കൂ. ഇതെങ്ങനെ പറയാം? മര്യാദയ്ക്ക് പെരുമാറൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മര്യാദയായി സംസാരിക്കൂ എങ്ങനെ പറയാം? ടോക്ക് പൊളൈറ്റ്ലി എന്ന് പറയാം അല്ലെ. ടോക്ക് പൊളൈറ്റ്ലി, ടോക്ക് പൊളൈറ്റ്ലി അല്ലെങ്കിൽ ബി പൊളൈറ്റ്. പൊളൈറ്റ് ആയിരിക്കും, ബി പൊളൈറ്റ്. ഓക്കെ, മര്യാദയായി സംസാരിക്കൂ, ടോക്ക് പൊളൈറ്റ്ലി അല്ലെങ്കിൽ ബി പൊളൈറ്റ്. ഓക്കെ, നെക്സ്റ്റ്, പെട്ടെന്ന് വരൂ. പെട്ടെന്ന് വരൂ ഇതെങ്ങനെ പറയാം? കം സൂൺ, കം സൂൺ. പെട്ടെന്ന് വരൂ, വേഗത്തിൽ വരൂ, കം ഫാസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, കോട്ടിന്റെ ബട്ടൺ ഇടൂ. കോട്ടിന്റെ ബട്ടൺ ഇടൂ, ഷർട്ടിന്റെ ബട്ടൺ ഇടൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതെങ്ങനെ പറയാമെന്നറിയോ? ബട്ടൺ അപ്പ് യുവർ കോട്ട്, കോട്ടിന്റെ ബട്ടൺ ഇടൂ. ബട്ടൺ അപ്പ് യുവർ കോട്ട്, ബട്ടൺ അപ്പ് യുവർ കോട്ട് അല്ലെങ്കിൽ ഷർട്ടിന്റെ ബട്ടൺ ഇടൂ എന്നാണെങ്കിലോ ബട്ടൺ അപ്പ് യുവർ ഷർട്ട്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, ഷൂസിന്റെ ചരട് മുറുക്കി കെട്ടു. ഇതെങ്ങനെ പറയാം? ഷൂസിന്റെ ചരട് മുറുക്കി കെട്ടു. മുറുക്കി കെട്ടുക എന്നുള്ളതിന് നമ്മൾ എന്താ, കെട്ടുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയാ, ടൈ എന്ന് പറയും അല്ലെ. ടൈ എന്ന് പറയും. അപ്പം മുറുക്കി കെട്ടുക എന്നുള്ളതിന് ടൈറ്റൻ എന്ന് പറയാം കേട്ടോ. ടൈറ്റൻ, മുറുക്കി കെട്ടുക. അപ്പൊ ടൈറ്റൻ യുവർ ഷൂ ലേസസ് എന്ന് പറയാം കേട്ടോ. ടൈറ്റൻ യുവർ ഷൂ ലേസസ്, ടൈറ്റൻ യുവർ ഷൂ ലേസസ്. നിന്റെ ഷൂന്റെ ലൈസ് മുറുക്കി കെട്ടു. ടൈറ്റൻ യുവർ ഷൂ ലേസസ്. ഓക്കെ, നെക്സ്റ്റ്, താമസിക്കരുത്. ഇതെങ്ങനെ പറയാം? താമസിക്കരുത്, ഡോണ്ട് ഡിലേ എന്ന് പറയാം. അരുത് എന്ന് പറയാനായിട്ട് ഡോണ്ട്, ഡോണ്ട് ഡിലേ. താമസിക്കരുത്, വൈകരുത് എന്നൊക്കെ കേട്ടോ. നെക്സ്റ്റ്, മറ്റുള്ളവരെ അനുകരിക്കരുത്. മറ്റുള്ളവരെ അനുകരിക്കരുത് ഇതെങ്ങനെ പറയാം? ഡോണ്ട് copy others, don't copy others, don't copy others. മറ്റുള്ളവരെ അനുകരിക്കരുത്, മറ്റുള്ളവർ കോപ്പി അടിക്കരുത് കേട്ടോ. ഇനി ഇവിടെ അനുകരിക്കരുത് എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ ഇമിറ്റേറ്റ് എന്നുള്ള വേർഡും ഉപയോഗിക്കാം കേട്ടോ. ഇമിറ്റേറ്റ്. ഓക്കെ, അപ്പൊ ഡോണ്ട് ഇമിറ്റേറ്റ് അതേഴ്സ് എന്നും പറയാം കേട്ടോ. ഡോണ്ട് ഇമിറ്റേറ്റ് അതേഴ്സ്. ഒന്നും കൂടെ നമുക്ക് കുട്ടികളോട് സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് ഡോണ്ട് കോപ്പി അതേഴ്സ് എന്ന് പറയാം. ഓക്കെ, എല്ലാം റെഡിയാക്കി വെക്കൂ. എല്ലാം റെഡിയാക്കി വെക്കൂ എന്ന് പറയാറുണ്ടല്ലേ. ബാഗിലൊക്കെ എല്ലാം റെഡിയാക്കി വെക്കൂ. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? എല്ലാം റെഡിയാക്കി വെക്കും. കീപ് എവറിത്തിങ് റെഡി, കീപ് എവറിത്തിങ് റെഡി. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ മതി എളുപ്പത്തിൽ. കീപ് എവറിത്തിങ് റെഡി, എല്ലാം റെഡിയാക്കി വെക്കും. പേന കൊണ്ട് എഴുതൂ. എങ്ങനെ പറയാം? പേന കൊണ്ട് എഴുതൂ. റൈറ്റ് വിത്ത് പെൻ, റൈറ്റ് വിത്ത് എ പെൻ. ഒരു പേന കൊണ്ട് എഴുതൂ. റൈറ്റ് വിത്ത് എ പെൻ. ഓക്കെ, അപ്പൊ താമസിക്കരുത്, ഡോണ്ട് ഡിലേ. മറ്റുള്ളവരെ അനുകരിക്കരുത്, ഡോണ്ട് കോപ്പി അതേഴ്സ്. എല്ലാം റെഡിയാക്കി വെക്കൂ, കീപ് എവറിത്തിങ് റെഡി. പേന കൊണ്ട് എഴുതൂ, റൈറ്റ് വിത്ത് എ പെൻ. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, മുടി ചീകി വെക്കൂ. മുടി ചീകി വെക്കൂ. ചീകുക എന്നുള്ളതിന് നമുക്ക് കോംബ് എന്ന് പറയാം കേട്ടോ. കോംബ് യുവർ ഹെയർ, കോംബ് യുവർ ഹെയർ എന്ന് വെച്ചാല് മുടി ചീകി വെക്കൂ. കോംബ് യുവർ ഹെയർ. നീ കുളിച്ചില്ലേ, നീ കുളിച്ചില്ലേ. ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ. നീ കുളിച്ചില്ലേ എങ്ങനെ പറയാം? Didn't you take a shower? 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 നീ കുളിച്ചില്ലേ. എണീക്കൂ എങ്ങനെ പറയാം? എണീക്കൂ. ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് കേട്ടോ. എന്താണ്? ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതിന് നമ്മൾ എന്താ പറയാ?
ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതിന് നമ്മൾ എന്താ പറയാ? വേക്കപ്പ്. ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നതിന് കേട്ടോ വേക്കപ്പ് എന്നാ പറയാ കേട്ടോ. വേക്കപ്പ്, എഴുന്നേൽക്കൂ. നമ്മൾ രാവിലെ കുട്ടികളെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുമ്പോൾ വേക്കപ്പ് എന്നാണ് പറയാ കേട്ടോ. ഇനി ഉറങ്ങാതെ വെറുതെ ഇങ്ങനെ കിടക്കുന്നോട്ട് നമ്മൾ എഴുന്നേൽക്കുന്നു പറയൂലേ, അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യാം? ഗെറ്റപ്പ് എന്നാ പറയാ കേട്ടോ. ഗെറ്റപ്പ്. ഓക്കെ, അപ്പൊ ഉറക്കത്തിൽ നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ വേക്കപ്പ് എന്ന് പറയും. വെറുതെ കിടക്കുന്നോട്ട്, ഉറങ്ങാതൊക്കെ കിടക്കുന്നോട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഗെറ്റപ്പ് എന്ന് പറയാം കേട്ടോ. ഗെറ്റപ്പ്, എഴുന്നേൽക്ക്. ഓക്കെ, കുളിക്കൂ. ഇങ്ങനെ പറയാം, ടേക്ക് എ ഷവർ. ടേക്ക് എ ഷവർ. കുളിക്കൂ, ടേക്ക് എ ഷവർ. പോയി കുളിക്ക്. ഗോ ആൻഡ് ടേക്ക് എ ഷവർ. പോകുക എന്നുള്ളതിന് ഗോ എന്നല്ലേ പറയാ. അപ്പൊ പോയി കുളിക്ക്, ഗോ ആൻഡ് ടേക്ക് എ ഷവർ. ഓക്കെ, നെക്സ്റ്റ് പോയി പഠിക്കൂ. എങ്ങനെ പറയാ? ഗോ ആൻഡ് സ്റ്റഡി. ഗോ ആൻഡ് സ്റ്റഡി. പോകുക എന്നുള്ളതിന് ഗോ, അപ്പൊ പോയി പഠിക്കുക എന്നുള്ളത് ഗോ ആൻഡ് സ്റ്റഡി. പോയി കളിക്കൂ. ഗോ ആൻഡ് പ്ലേ. പോയി കളിക്കൂ, ഗോ ആൻഡ് പ്ലേ. പോയി കഴിക്കൂ, ഗോ ആൻഡ് ഈറ്റ്. പോയി കുളിക്കൂ, ഗോ ആൻഡ് ടേക്ക് എ ഷവർ അല്ലെങ്കിൽ ഗോ ആൻഡ് ബാത്ത്. ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് പോയിട്ട് അത് ചെയ്യുമെന്ന് പറയാനായിട്ട് ഗോ പ്ലസ് നമ്മൾ വെർബിനെ ഫസ്റ്റ് ഫോമിൽ തന്നെ എടുത്തിട്ട് പറയാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലത്തെ ഭക്ഷണം അല്ലേ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എങ്ങനെ ചോദിക്കാം? ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. നന്നായി ചവച്ച് കഴിക്കൂ. ചവയ്ക്കുക എന്നുള്ളതിന് ച്യൂ എന്ന് പറയാം കേട്ടോ. അപ്പൊ ച്യൂ വെൽ. നന്നായിട്ട് ചവച്ച് കഴിക്കൂ, ച്യൂ വെൽ. നെക്സ്റ്റ്, നിനക്ക് ഇത് ഇഷ്ടായോ? ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് നമ്മൾ ചോദിക്കാറുണ്ട്, നിനക്ക് ഇത് ഇഷ്ടായോ? എങ്ങനെ ചോദിക്കാം? ഡു യു ലൈക്ക് ഇറ്റ്? ഡു യു ലൈക്ക് ഇറ്റ്? നിനക്ക് ഇത് ഇഷ്ടായോ? ഡു യു ലൈക്ക് ഇറ്റ്? അപ്പൊ പോയി പഠിക്കൂ, ഗോ ആൻഡ് സ്റ്റഡി. പോയി കളിക്കൂ, ഗോ ആൻഡ് പ്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഹാവ് യു ബ്രേക്ക്ഫാസ്റ്റ്? നെക്സ്റ്റ്, നന്നായി ചവച്ച് കഴിക്കൂ, ച്യൂ വെൽ. നിനക്ക് ഇത് ഇഷ്ടായോ? ഡു യു ലൈക്ക് ഇറ്റ്? നെക്സ്റ്റ് നോക്കാം. അതെടുക്കൂ, ടേക്ക് ഇറ്റ്. അതെടുക്കുക അല്ലെങ്കിൽ ഇതെടുക്ക്, ടേക്ക് ഇറ്റ്. ഓക്കെ, എന്റെ കൈ പിടിക്കൂ. പിടിക്കുക എന്നുള്ളതിന് ഹോൾഡ്. ഹോൾഡ് മൈ ഹാൻഡ്. ഹോൾഡ് മൈ ഹാൻഡ്. എന്റെ കൈ പിടിക്കൂ, ഹോൾഡ് മൈ ഹാൻഡ്. സാവകാശം നടക്കൂ. നടക്കുക എന്നുള്ളത് വാക്ക്, സാവകാശം എന്നുള്ളത് സ്ലോലി. അപ്പൊ വാക്ക് സ്ലോലി. വാക്ക് സ്ലോലി. സാവകാശം നടക്ക്. ചാടരുത്. അരുത് എന്നുള്ളതിന് ഡോണ്ട്. ഡോണ്ട് ജംപ്. ചാടരുത്, ഡോണ്ട് ജംപ്. ഓടരുത്, ഡോണ്ട് റൺ. ഓടരുത്, ഡോണ്ട് റൺ. സോറി പറയൂ എന്ന് പറയാറില്ലേ നമ്മൾ? സോറി പറയൂ, സേ സോറി. സേ. ഇനി താങ്ക്സ് പറയുന്നാണെങ്കിലോ, സേ താങ്ക്സ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? എന്തുകൊണ്ടാണ് കരയുന്നത്? വൈ ആർ യു crying? Why are you crying? Cry എന്നുള്ള വേർബിന്റെ കൂടെ നമ്മൾ ing ഫോം യൂസ് ചെയ്യാം കേട്ടോ. Why are you crying? നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ ചിരിക്കുന്നത്? എന്താ ഇതേപോലെ തന്നെ പറയാം. ചിരിക്കുക എന്നുള്ളതിന് laugh. Why are you laughing? നീ എന്തിനാ ചിരിക്കുന്നത്? Why are you laughing? പുറത്ത് പോയി കളിക്കൂ. Go and play outside. Go and play outside. പുറത്ത് പോയി കളിക്കൂ. Go and play outside. പുറത്ത് പോയി കളിക്കരുത്. എങ്ങനെ പറയാം? Don't play outside. അരുത് എന്നുള്ളത് don't. Don't play outside. Don't play outside. പുറത്ത് പോയി കളിക്കരുത്. Don't play outside. നേരെ ഇരിക്കൂ. എങ്ങനെ പറയാം? Sit straight. നേരെ ഇരിക്കുക എന്നുള്ളത് straight. Sit straight. നേരെ ഇരിക്കൂ, sit straight. നേരെ നിൽക്കൂ, stand straight. ഓക്കെ, നെക്സ്റ്റ്, ആരാ നിനക്ക് പെൻസിൽ തന്നത്? ആരാ നിനക്ക് പെൻസിൽ തന്നത്? എങ്ങനെ ചോദിക്കാം? ആര് എന്നുള്ളതിന് who. Who gave you? ആരാ നിനക്ക് തന്നത്? Who gave you pencil? Who gave you pencil? ആരാ നിനക്ക് പെൻസിൽ തന്നത്? നെക്സ്റ്റ്, ഇപ്പൊ തന്നെ ചെയ്യ്. ഇപ്പൊ തന്നെ ചെയ്യ്. Do right now. Right now എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ ചെയ്യൂ. Do right now. ഓക്കെ, നീ എന്താ ചെയ്യുന്നത്? നീ എന്താ ചെയ്യുന്നത്? What are you doing? എന്താ പറയാ? What are you doing? നീ എന്താ ചെയ്യുന്നത്? What are you doing? മടി കാണിക്കരുത്. എങ്ങനെ പറയാം? അരുത് എന്നുള്ളതിന് don't. Don't be lazy.
ഡോണ്ട് ബി ലേസി, മടി കാണിക്കരുത്. ഡോണ്ട് ബി ലേസി, മടിയനാവരുത്. നിന്റെ ഡ്രസ്സ് മാറൂ, നിന്റെ ഡ്രസ്സ് മാറൂ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യൂ എന്ന് പറയാറുണ്ട്. ചേഞ്ച് യുവർ ഡ്രസ്. ഓക്കെ, ചേഞ്ച് യുവർ ഡ്രസ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറേ സെന്റൻസുകൾ ഇന്ന് പ്രാക്ടീസ് ചെയ്തു അല്ലെ. ഒരു 25-30 സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്തു. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളിത് നിങ്ങളുടെ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ലാംഗ്വേജിനും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, നമ്മുടെ കുട്ടികളുടെ ലാംഗ്വേജിനും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക, കുട്ടികളോട് സംസാരിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ, എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതായിട്ടോ. അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. ബൈ.